ശ്രീമതി സൗമ്യ രതീഷ്, എറണാകുളം ജില്ലയിലെ ചോറ്റാനിക്കര സ്വദേശി, ഒരു പ്രൈവറ്റ് കമ്പനിയിൽ ജോലി നോക്കുന്നു. ശാലിനി എന്ന തൂലിക നാമത്തിലാണ് എഴുതുന്നത്. സാമ്പത്തികമായ പിന്നോക്കാവസ്ഥ, വിദ്യാഭ്യാസത്തെ പ്രീ ഡിഗ്രിയിൽ അവസാനിപ്പിച്ചു. ഗ്രാമീണ വനിതകൾക്കായി നടത്തിയ 101 സ്ത്രീകളുടെ പെണ്ണെഴുത്ത് എന്ന പിങ്ക് പെൻ സമാഹാരത്തിൽ കവിത തിരഞ്ഞെടുക്കപ്പെട്ടു. പിന്നീട് മഞ്ചരിയുടെ മാജിക് വേർഡ്സ്, പേപ്പർ പബ്ലിക്കയുടെ ലോക കേരള കവിതയിലും ബോധിക്കാരുടെ ബാല്യം എന്ന പുസ്തകത്തിലും ചോറ്റാനിക്കര പബ്ലിക് ലൈബ്രറി കവിതാക്കൂട്ട്, കാണയന്നൂർ ചിന്തയുടെ വാർഷിക പതിപ്പിലും അമ്പാടിമൂല വായനശാലയുടെ ബോധിപ്പതിപ്പിലും കവിതകൾ ചേർക്കപ്പെട്ടു. കൊടുങ്ങല്ലൂർ വായനശാല യുവ എഴുത്തുകാരെ ആദരവ് ലഭിച്ചതിനോടൊപ്പം നിരവധി കലാ സാഹിത്യ സംഘടനകളുടെയും എഴുത്തു മികവിൻ്റെ ആദരവ് നൽകി ആദരിച്ചിട്ടുണ്ട്. സാഹിത്യ മേഖലയിലെ സംഭാവനകൾ കണക്കിലെടുത്താണ് ഭാരത് സേവക് ഓണം നൽകി ആദരിക്കുന്നത്. സ്നേഹപൂർവ്വം സ്വാഗതം. ശ്രീമതി ഓമന ജെ, റിട്ടയർഡ് സ്കൂൾ അധ്യാപിക, 1982 കോഴിക്കോട് ചാത്തമംഗലം MES രാജ റെസിഡൻഷ്യൽ ഇംഗ്ലീഷ് അധ്യാപികയായി അധ്യാപക രംഗത്ത് ആരംഭം കുറിച്ചു. പല വിദ്യാലയങ്ങളിലും ഔദ്യോഗിക കൃത്യനിർവഹണം നടത്തി. 2006-2007 കാലഘട്ടത്തിൽ ബാലരാമപുരം മംഗലത്ത് കോണത്ത് MMS LPSൽ നിന്നും പ്രധാന അധ്യാപികയായിട്ടാണ് വിരമിച്ചത്. മാനേജ്മെൻറ്റ്, AEO, VRC, സ്കൂൾ തലങ്ങളിൽ പുരസ്കാരങ്ങളും നിരവധി ആദരവുകളും ലഭിച്ചിട്ടുണ്ട്. അധ്യാപന മേഖലയിലെ സംഭാവനകൾ കണക്കിലെടുത്താണ് ഭാരത് സേവക് ഓണം നൽകി ആദരിക്കുന്നത്. സ്നേഹപൂർവ്വം സ്വാഗതം. ശ്രീ TK സതീഷ്, എറണാകുളം സ്വദേശി, പള്ളുരുത്തിയിലെ സാമൂഹ്യ സാംസ്കാരിക ജീവകാരുണ്യ രംഗത്ത് 26 വർഷമായി സജീവം. ദേശീയ അംഗീകാരമുള്ള YCC ട്രസ്റ്റിൻ്റെ ജില്ലാതല പ്രവർത്തനങ്ങളും സജീവ സാന്നിധ്യം വഹിച്ചു വരുന്നു. വിദ്യാർത്ഥികൾക്ക് സൗജന്യ ട്യൂഷൻ ക്ലാസ്സുകൾ നൽകി വരുന്നതിനോടൊപ്പം സൗജന്യ മെഡിക്കൽ ക്യാമ്പുകളും സംഘടിപ്പിക്കുന്നുണ്ട്. അതിനോടൊപ്പം ക്യാൻസർ രോഗികൾക്ക് മരുന്ന് എത്തിച്ചു കൊടുക്കുന്നു. ഇന്ത്യൻ മെഡിക്കൽ അസോസിയേഷനുമായി ചേർന്ന് എനർജി വേ രക്തദാനം നിർവഹിക്കുന്നു. കിടപ്പ് രോഗികൾക്ക് ആശുപത്രികളിൽ ഒരില ഊണ് എന്ന പരിപാടിയിലൂടെ ദിവസവും ഭക്ഷണം എത്തിക്കുന്നു. തൻ്റെ തൊഴിലിൽ നിന്നും കിട്ടുന്ന ആദായത്തിൻ്റെ 2% ചാരിറ്റി പ്രവർത്തനങ്ങൾക്കായി ഇദ്ദേഹം വിനിയോഗിക്കുന്നുണ്ട്. ജീവകാരുണ്യ പ്രവർത്തന മേഖലയിലെ സംഭാവനകൾ കണക്കിലെടുത്താണ് ഭാരത് സേവക് ഓണം നൽകി ആദരിക്കുന്നത്. സ്നേഹപൂർവ്വം സ്വാഗതം. ശ്രീ K ജയകുമാർ, തിരുവനന്തപുരം സ്വദേശി, സിനിമ സീരിയൽ താരം, ഡിഫറൻ്റ്ലി ഏബിൾഡ് എംപ്ലോയീസ് അസോസിയേഷൻ, സ്മോൾ പീപ്പിൾ അസോസിയേഷൻ പ്രസിഡന്റ്, നേതാജി നഗർ അസോസിയേഷൻ പ്രസിഡന്റ്. ഭിന്നശേഷിക്കാരുടെ പ്രവർത്തനങ്ങൾക്ക് വേണ്ടി ധാരാളമായി പ്രവർത്തിച്ചു വരുന്നു. 40 വർഷമായി കലാരംഗത്ത് പ്രവർത്തിക്കുന്നു. 1000-ഓളം സ്റ്റേജ് ഷോകൾ നടത്തിയിട്ടുണ്ട്. മിമിക്രി, മോണോ ആക്ട്, നാടകം എന്നിവയ്ക്ക് മികച്ച അംഗീകാരങ്ങൾ ലഭിച്ചിട്ടുണ്ട്. ഡിഫറൻ്റ്ലി ഏബിൾ പീപ്പിൾ ജനങ്ങളുടെ മേഖലയിലുള്ള സംഭാവനകൾ കണക്കിലെടുത്താണ് ഭാരത് സേവക് ഓണം നൽകി ആദരിക്കുന്നത്. സ്നേഹപൂർവ്വം സ്വാഗതം. ശ്രീ സജി കിളിമാനൂർ, തിരുവനന്തപുരം കിളിമാനൂർ സ്വദേശി, ഷോർട്ട് ഫിലിം അഭിനേതാവും കഥാകൃത്തും സംഘാടകനും പള്ളിക്കൂടം ഷോർട്ട് ഫിലിം സ്കൂളിൻ്റെ കോർഡിനേറ്ററുമായി പ്രവർത്തിച്ചു വരുന്നു. ബോധവൽക്കരണ പ്രവർത്തനങ്ങളുടെ ഭാഗമായി പൊതുവിദ്യാലയങ്ങളിലെ കുട്ടികളെയും അധ്യാപകരെയും ഉൾപ്പെടുത്തിക്കൊണ്ട് 7 ഷോർട്ട് ഫിലിമുകൾ ഈ കൂട്ടായ്മയിലൂടെ നിർമ്മിച്ച് റിലീസ് ചെയ്തിട്ടുണ്ട്. തേങ്ങാക്കഥ, ബലൂൺ, നവംബർ, സാമൂഹ്യപാഠം എന്നിവയിൽ പ്രധാന വേഷവും ചെയ്തു. അടൂർ അങ്ങാടിക്കൽ DPUPSലെ പ്രഥമ അധ്യാപകനാണ്. കലാരംഗത്തെ സംഭാവനകൾ കണക്കിലെടുത്താണ് ഭാരത് സേവക് ഓണം നൽകി ആദരിക്കുന്നത്. സ്നേഹപൂർവ്വം സ്വാഗതം. ശ്രീ ബിജു പേരയം, തിരുവനന്തപുരം നെടുമങ്ങാട് സ്വദേശി, എഴുത്തുകാരൻ, സംസ്ഥാനത്തെ വിവിധ ജില്ലകളിൽ അധ്യാപകരുടെ രചനകൾ ചേർത്ത് സർഗശില്പം എന്ന പുസ്തകം തയ്യാറാക്കി പ്രസിദ്ധീകരിച്ചുകൊണ്ട് സർഗവേദിയുടെ ആഭിമുഖ്യത്തിൽ ഒരു പബ്ലിഷിംഗ് ഹൗസ് രൂപീകരിക്കുകയും നിരവധി പുസ്തകങ്ങൾ അതുവഴി പുറത്തിറക്കുകയും ചെയ്തു. സാമൂഹ്യ പ്രസക്തമായ നിരവധി ഹ്രസ്വചിത്രങ്ങളുടെ നിർമ്മാണത്തിൽ പങ്കാളിയാവുകയും മുഖ്യവേഷങ്ങളിൽ അഭിനയിക്കുകയും ചെയ്തിട്ടുണ്ട്. ചൈൽഡ് അബ്യൂസ്, വാർദ്ധക്യം, നീതി നിർവഹണം, പ്രതിരോധ കുത്തിവയ്പ്, ഹോസ്പിറ്റലുകളിലെ അബ്യൂസ്, തോറ്റവരെ കുടിയുയർത്തിക്കൊണ്ടുവരിക തുടങ്ങിയ മൂല്യാധിഷ്ഠവും സാമൂഹ്യനീതി എന്നിവയെ ആസ്പദമാക്കൊണ്ട് നിരവധി ഹ്രസ്വ ചിത്രങ്ങളാണ് നിർമ്മിച്ച് അഭിനയിച്ചിട്ടുള്ളത്. അധ്യാപക സർഗവേദിയുടെ സംസ്ഥാനതല സ്ഥാപക കൺവീനറും അതിൻ്റെ മുഖ്യ ചുമതലക്കാരനുമാണ്. വിദ്യാഭ്യാസവും സംസ്കാരവും കലാപരവും പരിസ്ഥിതി വിഷയങ്ങൾ ഊന്നിയതുമായ നിരവധി ലേഖനങ്ങൾ എഴുതി ആനുകാലികങ്ങളിൽ പ്രസിദ്ധീകരിച്ചിട്ടുണ്ട്. 26 വർഷമായി പൊതുവിദ്യാലയത്തിൽ അധ്യാപകനായി ജോലി ചെയ്തു വരുന്നു. കലാമേഖലയിലെ സംഭാവനകൾ കണക്കിലെടുത്താണ് ഭാരത് സേവക് ഓണം നൽകി ആദരിക്കുന്നത്. സ്നേഹപൂർവ്വം സ്വാഗതം.
ശ്രീ സന്തോഷ് കുമാർ, ആലപ്പുഴ ജില്ലയിലെ മാവേലിക്കര സ്വദേശി, ITI പഠനത്തിന് ശേഷം സൈന്യത്തിൽ ചേർന്നു. നീണ്ട 20 വർഷം ഇന്ത്യയുടെ വിവിധ ഭാഗങ്ങളിൽ ജോലി ചെയ്തു. 2021 സൈന്യത്തിൽ നിന്ന് വിരമിച്ചു. കലയോടുള്ള ആഗ്രഹം മൂലം 2023 ശ്രീ ബാബു താന്നിക്കുടത്തിൻ്റെ പ്രഭാത് ഹരിപ്പാട് സംവിധാനം ചെയ്ത ആൾരൂപം എന്ന സീരിയലിൽ അഭിനയിച്ചു. അതിൽ അജയൻ എന്ന കഥാപാത്രത്തെ ഇപ്പോഴും അവതരിപ്പിച്ചുകൊണ്ടിരിക്കുന്നു. 2023 ഡിയർ പപ്പ എന്ന ഷോർട്ട് ഫിലിമിലും 2025 ജൂണിൽ പുലരിയും പൂമാനും എന്ന ആൽബത്തിലും അടുത്തിടെ കേരള ചാനൽ കൃഷ്ണഗാഥ എന്ന സീരിയലിലും അഭിനയിച്ചിട്ടുണ്ട്. അഭിനയ രംഗത്തെ സംഭാവനകൾ കണക്കിലെടുത്താണ് ഭാരത് സേവക് ഓണർ നൽകി ആദരിക്കുന്നത്. സ്നേഹപൂർവ്വം സ്വാഗതം. ശ്രീമതി ഷീല ജയകുമാർ, തിരുവനന്തപുരം സ്വദേശി, പ്രശസ്ത സീരിയൽ താരം ശ്രീ K ജയകുമാറിൻ്റെ ഭാര്യ, ഭിന്നശേഷിക്കാരുടെ പ്രശ്നങ്ങൾക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന ഡിഫറൻറ്റ് ഏബിൾ എംപ്ലോയീസ് അസോസിയേഷൻ സംസ്ഥാന കമ്മിറ്റി അംഗമാണ്. വിദ്യാഭ്യാസ വകുപ്പിൽ പരീക്ഷാഭവനിൽ ജോലി ചെയ്തു വരുന്നു. കലാകായിക രംഗത്ത് പാട്ട്, ഡാൻസ്, സ്പോർട്സ് കൂടാതെ TV ചാനലുകളിലും നിരവധി വേദികളിൽ സമ്മാനങ്ങൾ വാങ്ങിയിട്ടുണ്ട്. ഇപ്പോഴും കലാവേദികളിൽ പങ്കെടുക്കുകയും കലാരംഗത്ത് പ്രവർത്തിക്കുകയും ചെയ്തു വരുന്നു. കലാരംഗത്തെ സംഭാവനകൾ കണക്കിലെടുത്താണ് ഭാരത് സേവക് ഓണർ നൽകി ആദരിക്കുന്നത്. സ്നേഹപൂർവ്വം സ്വാഗതം. ശ്രീമതി കമാലു, തൃശൂർ ചെറുതുരുത്തിയിൽ ജനനം. ഒരു സാധാരണ കുടുംബത്തിൽ ജനിച്ച കമാലു ചെറുപ്പം മുതൽ മൺപാത്ര നിർമ്മാണ രംഗത്ത് തൊഴിൽ ചെയ്യുന്നു. 1996 സ്വന്തമായി ഒരു സ്ഥാപനം ആരംഭിച്ചു. കളിമൺ പാത്ര നിർമ്മാണം ആരംഭിച്ചു. വളരെയധികം തൊഴിലാളികൾ പണിയെടുക്കുന്ന ഒരു നിർമ്മാണശാലയ്ക്ക് തുടക്കം കുറിച്ച കമാലുവിന് ഇന്ന് നിരവധി പേർക്ക് തൊഴിൽ നൽകുവാൻ അവസരമായി അത് മാറി. 80 വയസ്സ് എത്തി നിൽക്കുന്ന കമാലുവിന് തൊഴിലാളികൾക്കൊപ്പം ഇപ്പോഴും മൺപാത്രങ്ങൾ, കരകൗശല വസ്തുക്കൾ എന്നിവ നിർമ്മിക്കുന്ന ജോലിയിൽ ഏർപ്പെട്ടു വരുന്നു. നാട്ടിലെ നിരവധി കുടുംബങ്ങൾക്ക് താങ്ങായും തണലായും ഈ തൊഴിൽ അവസരം ഒരുക്കുന്നതിൽ അങ്ങേയറ്റം സംതൃപ്തി നേടുകയാണ്. തൊഴിൽ സംരംഭക എന്ന നിലയിൽ ഉള്ള സംഭാവനകൾ കണക്കിലെടുത്താണ് ഭാരത് സേവക് ഓണർ നൽകി ആദരിക്കുന്നത്. സ്നേഹപൂർവ്വം സ്വാഗതം. ശ്രീ AK രഞ്ജിത്ത്, കോഴിക്കോട് പുറമേരി സ്വദേശി, സാഹിത്യകാരൻ, അധ്യാപകൻ. എക്സ്കലേറ്റർ, സമവാക്യങ്ങൾ എന്നീ 2 കവിതാ സമാഹാരങ്ങൾ പ്രസിദ്ധീകരിച്ചിട്ടുണ്ട്. ആനുകാലികങ്ങൾ, കവിതകൾ, ലേഖനങ്ങൾ എന്നിവ പ്രസിദ്ധീകരിക്കുന്നു. ദലമർമരം, ശോഷന്നപ്പൂക്കൾ, കലോത്സവ ഗാനങ്ങൾ, മുറിവേറ്റുവോ കാലമേ, പടിഞ്ഞാറ് മനത്ത തുടങ്ങിയ ഒട്ടേറെ സംഗീത ആൽബങ്ങളിലും ഗാനരചന നിർവഹിച്ചിട്ടുണ്ട്. ആകാശവാണി കോഴിക്കോട് നിലയത്തിനായി ലളിത ഗാനങ്ങൾ, ഉത്സവ ഗാനങ്ങൾ എന്നിവ രചിക്കുന്നു. ഷൂട്ട് എന്ന സിനിമയ്ക്കായി ഗാനരചന നിർവഹിച്ചിട്ടുണ്ട്. 25 വർഷമായി യൂണിവേഴ്സിറ്റി, സ്കൂൾ കലോത്സവങ്ങൾക്കായി കവിതകൾ, ലളിത ഗാനങ്ങൾ, ദേശഭക്തി ഗാനങ്ങൾ എന്നിവ രചിക്കുന്നു. കർണാടക സംഗീതം വായ്പാട്ടിൽ ചെന്നൈ ഗവൺമെൻറ്റിൻ്റെ MGTE ഹയർ ഗ്രേഡ് ലഭിച്ചിട്ടുണ്ട്. ചലച്ചിത്ര ഗാനരചനയ്ക്കുള്ള ദൃശ്യപൗർണ്ണ പുരസ്കാരം, ഡോക്ടർ BR അംബേദ്കർ നാഷണൽ ഫെലോഷിപ്പ് അവാർഡ്, ONV കുറുപ്പ് കാവ്യ കൈരളി പുരസ്കാരം, സർവ്വശ്രേഷ്ഠ പുരസ്കാരം തുടങ്ങി നിരവധി അംഗീകാരങ്ങൾ ലഭിച്ചിട്ടുണ്ട്. നിലവിൽ കോഴിക്കോട് ജില്ലയിലെ നാദാപുരം പേരോട് MIM ഹയർ സെക്കൻഡറി സ്കൂൾ പ്രിൻസിപ്പലാണ്. സംഗീത മേഖലയിലെ സംഭാവനകൾ കണക്കിലെടുത്താണ് ഭാരത് സേവക് ഓണർ നൽകി ആദരിക്കുന്നത്. സ്നേഹപൂർവ്വം സ്വാഗതം. ഇനി ആരുമില്ലാന്ന് വിശ്വസിക്കുന്നു. ഇതോടെ ഈ ചടങ്ങിലെ സ്വാഗതം അവസാനിക്കുകയാണ്. അടുത്ത ഈ ചടങ്ങിന് ആശംസ നേരുന്ന പരിപാടിയാണ്. ആദ്യമായി സൂര്യകവി ഡോക്ടർ ജയദേവൻ സാറിനെ ക്ഷണിക്കുന്നു. അദ്ദേഹം സൂര്യനെക്കുറിച്ച് 4000-ൽ പരം കവിതകൾ രചിച്ച് ലോക റെക്കോർഡ് നേടിയ വ്യക്തിയാണ്. ഇന്ത്യ ബുക്ക് ഓഫ് റെക്കോർഡ്സിൽ ഇടം പിടിച്ചിട്ടുണ്ട്. ഇപ്പോൾ റീസെൻ്റായി ടാലൻറ്റ് റെക്കോർഡ് ബുക്കിൻ്റെ ലോക റെക്കോർഡ് പുരസ്കാരം ഇദ്ദേഹത്തിന് ലഭിച്ചിട്ടുണ്ട്. അദ്ദേഹത്തെ സ്നേഹപൂർവ്വം സ്വാഗതം ചെയ്യുന്നു. ബഹുമുഖ പ്രതിഭകളുടെ പങ്കാളിത്തം കൊണ്ട് ധന്യമായ ഈ പരിപാടിയുടെ അധ്യക്ഷൻ ഭാരത് സേവക് സമാജിൻ്റെ ദേശീയ ചെയർമാൻ ഡോക്ടർ ബാലേന്ദ്രൻ സാർ, BSSൻ്റെ മറ്റു പ്രവർത്തകർ, പ്രിയമുള്ള സഹോദരി സഹോദരന്മാരെ, 73 വർഷത്തെ പ്രവർത്തന ചരിത്രമുള്ള BSSൻ്റെ സുവർണകാലം എന്ന് വിശേഷിപ്പിക്കാവുന്നത് നമ്മളുടെ എല്ലാം പ്രിയങ്കരനായ മലയാളികൾക്കെല്ലാം അഭിമാനിക്കാവുന്ന ഡോക്ടർ ബാലചന്ദ്രൻ സാർ ഇതിൻ്റെ ദേശീയ അമരക്കാരനായതിനു ശേഷമാണ്. അവിടെ ഭൂമിയിലെ സമസ്ത വിഷയങ്ങളിലും കഴിവ് തെളിക്കുന്നവരെ ഒരേ വേദിയിൽ വെച്ച് ആദരിക്കുക എന്നുള്ള ആശയം ഡോക്ടർ ബാലചന്ദ്രൻ സാറിൻ്റെയാണ്.
നമ്മളെല്ലാം വിവിധ വേദികളിൽ വിവിധ പുരസ്കാരങ്ങളൊക്കെ സ്വീകരിച്ചിട്ടുള്ളവരാണ്. പക്ഷേ അവിടെയെല്ലാം നമ്മളുടെ ബയോഡാറ്റയുടെ വലിപ്പച്ചെറുപ്പം നോക്കി വ്യത്യസ്തമായ പുരസ്കാരങ്ങൾ തരുന്ന രീതികളാണ് പലയിടത്തും നമ്മൾ കണ്ടിട്ടുള്ളത്. ഇവിടെ കർഷകനായാലും ഇന്ന് പങ്കെടുത്തിട്ടുള്ള ശാസ്ത്രജ്ഞയായാലും ആരായാലും ശരി തന്നെ, അത് ഏത് മേഖലയിൽ പ്രവർത്തിക്കുന്ന ആളായാലും ഒരേപോലെ ചേർത്ത് നിർത്താൻ കഴിയുന്നത് ഭാരത സേവ സമാജിനും മാത്രമാണ് എന്ന് ഇവിടെ ഞാൻ പറയാൻ ആഗ്രഹിക്കുകയാണ്. ഞാൻ 4 വർഷം മുമ്പ് ഭാരത സേവ സമാജിൻ്റെ പുരസ്കാരം നമ്മുടെ ആരാധ്യനായ ബാലേന്ദ്ര സാറിൻ്റെ കയ്യിൽ നിന്ന് സ്വീകരിച്ചതാണ്. അതിനുശേഷമാണ് എഴുത്തിൻ്റെ വഴിയിൽ എനിക്ക് ഒട്ടേറെ പുരസ്കാരങ്ങൾ 3 ലോക റെക്കോർഡ് എടുക്കാൻ നേടാൻ കഴിഞ്ഞത്. അതിനുശേഷമാണെന്നും അഭിമാനത്തോടുകൂടി പറയാൻ കഴിയും. നിങ്ങൾ ഓരോരുത്തരും ബാലേന്ദ്ര സാറിൽ നിന്ന് ഈ പുരസ്കാരം സ്വീകരിക്കുമ്പോൾ നിങ്ങളുടെ വലുതും ചെറുതുമായ എല്ലാ പ്രവർത്തനങ്ങളെയും ഭാരതത്തിൻ്റെ സംസ്കാരത്തിനും പുരോഗതിക്കുവാണെന്നുള്ള തിരിച്ചറിവോടുകൂടി ഭാരത സേവ സമാജിൻ്റെ ദേശീയ പുരസ്കാരം നിങ്ങൾ കൈപ്പറ്റുമ്പോൾ നിങ്ങളുടെ വരുംകാല പ്രവർത്തനങ്ങളിൽ ആ പുരസ്കാരം ഉപകരിക്കട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ നിർത്തുന്നു. നന്ദി, നമസ്കാരം. അടുത്തതായി ശ്രീമതി ജസീന്ത മോറിസ്. കവയിത്രിയാണ്, അഭിനേത്രിയാണ്, മോഡലിംഗ് പല രംഗങ്ങളിലും കഴിവ് തെളിയിച്ചിട്ടുള്ള വ്യക്തിയാണ്. അതിനോടൊപ്പം AG's ഓഫീസിൽ ഉദ്യോഗസ്ഥയുമായിരുന്നു. ഇത്രയും ബഹുമാനീയനായ ബാലേന്ദ്രൻ സർ, മഞ്ജു മാം, ജയ മാം, ആദരവ് ഏറ്റുവാങ്ങാനിരിക്കുന്ന നമ്മുടെ ഇന്നത്തെ താരങ്ങൾ, നിങ്ങളുടെയൊക്കെ മുന്നിൽ 2 നിമിഷം സംസാരിക്കാനായിട്ട് ലഭിച്ചത് സുവർണാവസരമായി കരുതുന്നു. 4 വർഷം മുൻപാണ് എനിക്ക് ഭാരത് സേവക് സമാജ് പുരസ്കാരം ലഭിച്ചത്. AG's ഓഫീസിൽ ജോലി ചെയ്തുകൊണ്ടിരിക്കുമ്പോഴാണ്. കഴിഞ്ഞ വർഷം റിട്ടയറായി. 10-20 പുസ്തകങ്ങൾ, 21 പുസ്തകങ്ങൾ രചിച്ചു കഴിഞ്ഞു. 3 ഭാഷകളിലായിട്ട് നിരവധി ഷോർട്ട് ഫിലിംസും ആൽബംസും എടുത്തു. ഫാഷൻ ഷോ എല്ലാത്തിലും പങ്കെടുത്തെങ്കിലും ഒരുപാട് പുരസ്കാരങ്ങൾ നേടിയെങ്കിലും BSSൻ്റെ ഒരു പുരസ്കാരത്തിൻ്റെ മാഹാത്മ്യം മനസ്സിലാക്കിയത് കൊണ്ട് തന്നെയാണ് കഴിവുള്ളവർ പലയിടത്തും അറിയപ്പെടാതെ കിടക്കുന്നവർ, അതുപോലെ തന്നെ അവരുടെ മാഹാത്മ്യം എന്തെന്ന് അറിഞ്ഞൂടാത്തവരെ BSS പുരസ്കാരത്തിനായിട്ട് ശുപാർശ ചെയ്ത് ഈ മഹനീയമായ പുരസ്കാരം ലഭിക്കുന്നതിന് ഞാനും ഇവരോടൊപ്പം നിൽക്കുന്നു. അങ്ങനെ 300-ലധികം ആൾക്കാരെ ഈ പുരസ്കാരം ലഭിക്കുന്നതിന് ഞാനൊരു പങ്കാളിയായെന്ന് അഭിമാനപൂർവ്വം പറഞ്ഞുകൊള്ളട്ടെ. പല മേഖലകളിൽ പ്രവർത്തിക്കുന്നവരെ ഒരേ തരത്തിൽ കണ്ട് തുല്യ പ്രാധാന്യം നൽകിക്കൊണ്ട് ഇവിടെ വരുത്തി ഇത്തരത്തിലുള്ള ഒരു അവാർഡ് കൊടുക്കുന്ന സംഘടന അല്ലെങ്കിൽ പ്രസ്ഥാനം ഇത് മാത്രമേ ഉള്ളൂ. അതുകൊണ്ട് ഈ പുരസ്കാരം അഭിമാനപൂർവ്വം സ്വീകരിക്കുന്നതിന് അത് നെഞ്ചോട് ചേർത്ത് നമുക്കെന്നും താലോലിക്കാൻ പറ്റുന്ന രീതിയിലുള്ള ഒരു ആദരവ് തന്നെയാണ്. നിങ്ങളുടെ ഇടയിലും ഇതുപോലെ നിങ്ങൾക്കറിയുന്നവർ ഇത്തരത്തിലുള്ള കഴിവുള്ള ആൾക്കാർ പലരും ചുറ്റുപാടും ഉണ്ടാകും. അവർക്കും ഇങ്ങനത്തെ ഒരു ആദരവ് ലഭിക്കാനായിട്ട് നിങ്ങളും അതിനൊരു വഴികാട്ടിയാകട്ടെ എന്ന് ആശംസിച്ചു കൊള്ളുന്നു. താങ്ക് യു. ശ്രീ ചന്ദ്രൻ നായർ, പ്രമുഖ കാരുണ്യ പ്രവർത്തകനും സാമൂഹ്യ പ്രവർത്തകനും. ഞാൻ ഒട്ടും തന്നെ ദീർഘിക്കാതെ കാര്യങ്ങൾ പറയാം. വേദിയിലും സദസ്സിലിരിക്കുന്ന എല്ലാ മാന്യ പ്രതിഭകൾക്കും നമസ്കാരം. എനിക്ക് പ്രസംഗിക്കാൻ വശമില്ല, പ്രവർത്തിക്കാനാണ് എനിക്ക് കഴിയാറുള്ളത്. സമൂഹത്തിൽ നിരവധി കാരണങ്ങൾ വേദന അനുഭവിക്കുന്നുണ്ട്. അവർക്ക് കഴിയാവുന്ന സഹായങ്ങൾ നിങ്ങൾ ചെയ്യുന്നത് പോലെ തന്നെ ഞാനും ചെയ്തു വരുന്നു. ഇത് മനസ്സിലാക്കി നിരവധി ആദരവുകൾ എനിക്ക് ലഭിച്ചിട്ടുണ്ടെങ്കിലും ഭാരത് സേവക് സമാജിൽ നിന്ന് നാഷണൽ അവാർഡ് എന്നെ കൂടുതൽ കർമ്മനിരതനാക്കുന്നു. എല്ലാവർക്കും ഒരിക്കൽ കൂടി നമസ്കാരം, ആശംസകൾ. പ്രത്യേകിച്ചും തിരക്കിനിടയിലും ഭാരത് സേവക് സമാജിൻ്റെ അവാർഡ് സ്വീകരിക്കാൻ ഇവിടെ എത്തിയിട്ടുള്ള നമ്മുടെ പ്രിയങ്കരനായ ബാബ സുരേഷിനും അഭിനന്ദനങ്ങൾ. അതോടൊപ്പം തന്നെ ഈ ഭാരത് സേവാ സമാജിൻ്റെ എല്ലാ അണിയറ പ്രവർത്തകർക്കും സാറിനും പ്രത്യേകം ആശംസകളും നന്ദിയും അറിയിച്ചുകൊള്ളുന്നു. സമയക്കുറവുകൊണ്ട് ഞാൻ കൂടുതൽ ദീർഘിപ്പിക്കുന്നില്ല. ശ്രീമതി മിനി ഗോപിനാഥ്, സാഹിത്യകാരി. നമസ്കാരം. വേദിയിലും സദസ്സിലും ഇരിക്കുന്ന ബഹുമാന്യരായ എല്ലാവർക്കും എൻ്റെ സ്നേഹം. വളരെ കുറച്ച് സമയം മാത്രമേ ഉള്ളൂ. അതിൽ ആദ്യം നിങ്ങൾ ഈ ഉപവിഷ്ടരായിരിക്കുന്ന അംഗീകരിക്കപ്പെട്ട എല്ലാവർക്കും എൻ്റെ അഭിനന്ദനം അറിയിക്കുന്നു. ഇത് വളരെ നിസ്സാരമായ ഒന്നല്ല, ദേശീയ അവാർഡാണ്. അത് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. ഇന്ന് നിങ്ങൾക്കിത് കിട്ടുന്നതോടുകൂടി നിങ്ങളുടെ ഉത്തരവാദിത്വമാണ് വർദ്ധിക്കുന്നത്. അതായത് നമ്മുടെ ഉള്ളിലുള്ള കഴിവിനെ നമ്മൾ കണ്ടെത്തി
പക്ഷെ മറ്റുള്ളവർ അത് കണ്ടെത്തി നമുക്കൊരു പുരസ്കാര രൂപത്തിൽ നമ്മുടെ കയ്യിലെത്തിക്കുമ്പോഴാണ് നമ്മൾ അതിൻ്റെ വില അറിയുന്നതും ആ സന്തോഷം. ഇപ്പോൾ നിങ്ങൾക്കറിയാം നിങ്ങൾ എത്രമാത്രം സന്തോഷത്തോടെയും അഭിമാനത്തോടെയും കൂടിയാണ് ഓരോരുത്തരും ഇവിടെ ഇരിക്കുന്നത്. ആ ആത്മാവിൻ്റെ സ്പന്ദനം എനിക്കറിയാം. കാര്യം ഇതേപോലൊരു വേദിയിൽ ഞാനും ഇത് സ്വീകരിച്ച വ്യക്തിയാണ്. അപ്പോൾ അടുത്ത് വരുന്ന ഓരോ ദിവസങ്ങളിലും നിങ്ങളിതിൻ്റെ വിലയറിയും. വീണ്ടും നിങ്ങൾക്ക് മുന്നോട്ട് പോകാനുള്ള ഒരു പ്രചോദനവും ലഭിക്കും. പിന്നെ ഇന്നിവിടെ അംഗീകരിക്കപ്പെട്ട ശ്രീ വാവ സുരേഷ്, അദ്ദേഹം ഈ പറയുന്ന പോലെ പത്മ പുരസ്കാരം എന്നൊക്കെ പറയുന്ന പോലെ ഇവിടെ എന്താ ആദരിക്കാൻ വൈകിപ്പോയോ? എല്ലാവർക്കും കേരളം മുഴുവനും അറിയാവുന്ന ആളാണ്. അദ്ദേഹത്തിൻ്റെ ജീവന് വേണ്ടി നമ്മൾ പ്രാർത്ഥിച്ചിട്ടുണ്ട്. പിന്നെ ഇദ്ദേഹം ഇപ്പം മറന്നുപോയിട്ടുണ്ടാവും, എൻ്റെ വീട്ടിൽ ഇദ്ദേഹം വന്നിട്ടുണ്ട്, ഒരു പ്രാവശ്യം വന്നിട്ടുണ്ട്. അപ്പോൾ അന്ന് നമുക്ക് വേണ്ട ഉപദേശങ്ങളും എല്ലാം വളരെ എത്ര ഒരു നല്ല മനസ്സിനുടമയാണെന്ന് അന്ന് കാണിച്ചു തന്നു. അതേ സംഭവം ഞാൻ ഈ എൻ്റെ നർമ്മകഥയിൽ അദ്ദേഹത്തിനെ ഒരു കഥാപാത്രമാക്കി എഴുതിയിട്ടുമുണ്ട്. അത് അദ്ദേഹം അറിഞ്ഞിട്ടുണ്ടാവില്ല. എങ്കിലും ഈ പുസ്തകത്തിൽ എന്താണ് പേരിപ്പോൾ എനിക്ക് പെട്ടെന്ന് വിട്ടുപോയി. എന്നാലും അദ്ദേഹത്തെ ഇത് കേട്ടപ്പോൾ എനിക്ക് വളരെ സന്തോഷമുണ്ട്. കേരളം ഈയിടെയായിട്ടൊന്നും മറന്നുപോയോ അദ്ദേഹത്തിന് എന്ന് എനിക്ക് സംശയമുണ്ട്. ഒന്ന് വീണ്ടും ഓർത്തെടുക്കുന്നതിൽ BSS കാണിച്ച ഇതിന് എടുത്ത മുൻകൈക്ക് ശ്രീ ബാലേന്ദ്രൻ സാറിനെ ഞാൻ വളരെ സന്തോഷപൂർവ്വം അദ്ദേഹത്തിനോട് നന്ദി അറിയിക്കുന്നു. അതുപോലെ തന്നെ നിങ്ങൾക്ക് ഓരോരുത്തർക്കും, പിന്നെ എനിക്ക് ഈ വേദി തന്ന BSSനും ഇതിൻ്റെ ചെയർമാനും എൻ്റെ സ്നേഹപൂർവ്വമായിട്ടുള്ള നന്ദിയും, നിങ്ങൾക്ക് ഓരോരുത്തർക്കും നന്ദിയും. നിങ്ങളുടെ മുന്നിലുള്ള വഴി സുതാര്യമാവട്ടെ, സന്തോഷമാവട്ടെ എന്ന് ആശംസിക്കുകയും ചെയ്യുന്നു. അടുത്തതായി ഉപഹാര സമർപ്പണമാണ്. ഉപഹാരം സമർപ്പിക്കുന്നതിനും അതുപോലെ നിങ്ങളോട് സംവദിക്കുന്നതിനുമായി ബഹുമാനായ ദേശീയ ചെയർമാൻ BS ബാലേന്ദ്രൻ സാറിനെ സ്നേഹപൂർവ്വം ക്ഷണിക്കണം. ബഹുമാനരെ, അവിചാരിതമായ ഈ കാലാവസ്ഥ കുറച്ച് ബുദ്ധിമുട്ടുണ്ടാക്കിയെങ്കിൽ ഇപ്പോൾ മഴ മാറി നിൽക്കുകയാണ്. മഴ ഇങ്ങനെ പെയ്തതുകൊണ്ടാണ് അവതരണം വളരെ പെട്ടെന്ന് വെട്ടിച്ചുരുക്കി ശ്രീമതി ജയശ്രീകുമാർ എല്ലാവരുടെ പേരും പെട്ടെന്ന് വായിച്ചു തീർത്തത്. വാസ്തവത്തിൽ ഇവിടെ പരാമർശിച്ചതുപോലെ നമ്മുടെ ഈ വേദിയിൽ നമുക്ക് രാജ്യത്ത് മറ്റൊരിടത്തും കാണാൻ കഴിയാത്ത നിലയിൽ വൈവിധ്യമാർന്ന മേഖലകളിലെ ആളുകളുടെ ഒരു കൂട്ടായ്മയാണ്. വലിയ വിദ്യാഭ്യാസ വിദഗ്ധനായ ഡോക്ടർ P. കേളുവടക്കം നമ്മുടെ നാടിൻ്റെ പ്രിയങ്കരനായ വാവ സുരേഷും ആദരണീയായ കമലു അമ്മയും പോലുള്ള എത്രയെത്ര മഹത് വ്യക്തികളാണ്. ഇപ്പോൾ ISROയിൽ നിന്ന് വിരമിച്ച പ്രമുഖ ശാസ്ത്രജ്ഞ സുമാ ദേവകി റാം ഏതെല്ലാം മേഖലകളിൽ പ്രാവീണ്യം തെളിയിച്ച ആളുകളാണ് ഒന്നിച്ചുകൂടിയിരിക്കുന്നത്. എഴുത്തുകാർ, സാമൂഹ്യ പ്രവർത്തകർ, ബഹുജന പ്രവർത്തകർ, കർഷകർ, നിരവധി മേഖലകളിൽ വ്യക്തിത്വം തെളിയിച്ച മഹാരഥന്മാരാണ് ഇവിടെ ഇരിക്കുന്നത്. മഹാരഥന്മാർ മാത്രമല്ല, മഹത് വനിതകളും ഇവിടെ ഇരിക്കുകയാണ്. എന്തിനാണ് ഈ ഭാരതീയ സമാജം ഇത്തരത്തിൽ ഉപഹാരം നൽകാൻ തീരുമാനിച്ചത്? സ്വാതന്ത്ര്യത്തിൻ്റെ അമൃത മഹോത്സവം ആഘോഷിക്കുമ്പോൾ രാജ്യം ലോകത്തിന് മുന്നിൽ എവിടെ നിൽക്കുന്നു എന്നുള്ളതിനെ കുറിച്ചുള്ള ചർച്ചയിൽ ഭാരതം വളരുകയാണ്. ലോകത്തിൻ്റെ മുന്നിൽ ഒന്നാം സാമ്പത്തിക ശക്തിയായി മാറുന്ന കാലം അതിവിദൂരമല്ല എന്നൊക്കെ
നമ്മുടെ നേതാക്കന്മാരും ഭരണകൂടവും തന്നെ അത്യാവേശപൂർവ്വം പറയുമ്പോൾ നാമും അത് സന്തോഷിക്കുകയാണ്. നമ്മുടെ രാജ്യം വളരുകയാണ് എന്ന ചിന്ത നമ്മിൽ എല്ലാവരിലും ഉണ്ടായി. പക്ഷെ ഇങ്ങനെ ഈ രാജ്യം വളർന്നു വന്നപ്പോൾ ലോകത്തിന് മുന്നിൽ ഒന്നാമതായി ഈ രാജ്യം മാറണമെങ്കിൽ കേവലം ഭരണകൂടവും ഒരു സംഘം ഉദ്യോഗസ്ഥരോ മാത്രം വിചാരിച്ചതുകൊണ്ടല്ല ഇന്ന് കാണുന്ന ഭാരതം ഭാരതമായത് എന്ന് നമുക്കെല്ലാവർക്കും അറിയാം. ചെറുതും വലുതുമായ പ്രവർത്തനങ്ങളിലൂടെ അനേക ലക്ഷം ആളുകളുടെ സംഭാവനകൾ സാമൂഹിക രംഗത്ത്, സാംസ്കാരിക രംഗത്ത്, വിദ്യാഭ്യാസ രംഗത്ത്, വികസന രംഗത്തും ഒക്കെ നിർവഹിച്ചുകൊണ്ട് സമൂഹത്തെ കെട്ടിപ്പടുക്കുക എന്നുള്ള ദൗത്യ നിർവഹണം നടത്തിയതുകൊണ്ടാണ് ഭാരതം ഇന്ന് കാണുന്ന നിലയിലേക്കുള്ള ഭാരതമായി മാറിയത്. ഒരു രാജ്യത്തിൻ്റെ വികസനം എന്ന് പറയുന്നത് സമഗ്രമായുള്ള വളർച്ചയാണ്, സാമൂഹ്യ വളർച്ചയാണ് പ്രതിപാദിക്കപ്പെടുന്നത്. ആ വിഷയത്തിൽ ഭാരതത്തെ കൈപിടിച്ച് മുന്നോട്ട് നയിച്ച മഹത് വ്യക്തികളുടെ കൂട്ടത്തിൽപ്പെട്ടവരാണ് ഇന്നിവിടെ ഭാരത് സേവക് ഉപഹാരം നൽകി ആദരിക്കുന്ന ആദരണീയരായ വ്യക്തികൾ. നിങ്ങളുടെ സംഭാവനകൾ സമൂഹത്തെ രൂപപ്പെടുത്തിയെടുക്കുന്നതിന്, സമൂഹത്തിലെ ഓരോ വ്യക്തികളെയും സ്വാധീനിക്കുന്നത് നിങ്ങൾ ചെലുത്തിയിട്ടുള്ള സ്വാധീനം, അതുവഴി നമ്മുടെ രാജ്യത്തിൻ്റെ വളർച്ചയോട് ഐക്യദാർഢ്യം പ്രകടിപ്പിക്കുന്നതിലുള്ള അറിഞ്ഞോ അറിയാതെയുള്ള കൂറ്, ഇവ വളർത്തിക്കൊണ്ടുവരുന്നതിൽ ഓരോരുത്തരും വഹിച്ച പങ്ക് വളരെ വലുതാണ്. അവരെയൊക്കെ രാജ്യത്തിൻ്റെ പരമോന്നത ബഹുമതിക്കൊപ്പം കൊണ്ടുവരാൻ വേണ്ടിയാണ് ഭാരത് സേവക് സമാജ് ദേശീയ ബഹുമതിയായി ഭാരത് സേവക് ബഹുമതി നൽകി ഇത്തരം ആളുകളെ ആദരിക്കുവാൻ തീരുമാനിച്ചത്. ഇന്നിവിടെ ആദരിക്കപ്പെട്ട ഏവർക്കും ഭാരത് സേവക് സമാജത്തിൻ്റെ ഹൃദ്യമായ അഭിവാദ്യങ്ങൾ നേരുകയാണ്. ഒപ്പം നാം ഒരു കാര്യം പറയാൻ ആഗ്രഹിക്കുന്നു. ഭാരതം സാംസ്കാരിക രംഗത്ത് ലോകത്തിൻ്റെ സാംസ്കാരിക ഇൻഡെക്സ് വെച്ച് നോക്കുമ്പോൾ നാം വളരെ പിന്നിലാണ്. സ്വിറ്റ്സർലൻഡ് പോലെയോ ഫിൻലൻഡ് പോലെയോ ഒന്നുമല്ല നമ്മുടെ രാജ്യം. സാമൂഹിക സാമ്പത്തിക രംഗത്ത് വളർച്ചയെക്കുറിച്ച് നാം ആവേശപൂർവ്വം സംസാരിക്കുമ്പോൾ സാംസ്കാരിക രംഗത്ത് നാം വളരെ പിന്നിൽ നിൽക്കുകയാണ്. ഈ സാംസ്കാരിക രംഗത്തെ മാറ്റമുണ്ടാക്കുവാൻ നമ്മുടെ ഓരോരുത്തരുടെയും ഇടപെടൽ ആവശ്യമാണ്. നമ്മുടെ ഭവനങ്ങളിൽ, നമ്മുടെ ചുറ്റുപാടുകളിൽ, നമ്മുടെ സമൂഹത്തിലൊക്കെ തന്നെ കൃത്യതയുള്ള മാറ്റം ഉണ്ടാകേണ്ടതുണ്ട്. ഇന്നും സമൂഹത്തിൽ വർദ്ധിച്ചു വരുന്ന കുന്നായ്മകൾ, വിദ്വേഷം, പക, ആക്രോശം, ക്രോധം, അക്രമം, ഇതൊക്കെ തന്നെ രാജ്യത്തിൻ്റെ വളർച്ചയും സംസ്കാരത്തെ അല്ല കാണിക്കുന്നത്, അതിൻ്റെ പിന്നോക്ക അവസ്ഥയാണ്. നമുക്ക് മാതൃകയായി കാണിക്കാൻ കഴിയുന്ന നമ്മുടെ ജനാധിപത്യ സംവിധാനങ്ങളായ നിയമസഭയും പാർലമെൻറ്റും പഞ്ചായത്തുകളുമൊക്കെ തന്നെ ആക്രോശവേദികളായി മാറുന്നത് തന്നെ സാംസ്കാരികമായ പിന്നോക്ക അവസ്ഥയാണ് നമുക്കെല്ലാവർക്കും അറിയാം. നമ്മെ സ്വാധീനിക്കേണ്ട ചാനലുകൾ പോലും, മാധ്യമങ്ങൾ പോലും സദാസമയവും നാം കാണുന്നത് പരസ്പരം പഴിചാരുന്ന, പരസ്പരം അസഭ്യവർഷം ചെയ്യുന്ന വാർത്തകളും പ്രശ്നങ്ങളും സംപ്രേഷണം ചെയ്യുന്നത് നാം കണ്ടുകൊണ്ടിരിക്കുകയാണ്. ഇത് സമൂഹത്തിൻ്റെ വളർച്ചയല്ല, സമൂഹത്തിൻ്റെ പിന്നോക്കാവസ്ഥയാണ് കാണിക്കുന്നത്. സമൂഹത്തിൻ്റെ പുരോഗതിയല്ല, പിന്നോക്കാവസ്ഥയാണ് കാണിക്കുന്നത്. നാം സമൂഹത്തിൽ പല രംഗങ്ങളിലും പിന്നോക്കം പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇവിടെയാണ് ഭാരത് സേവകരായ എൻ്റെ ബഹുമാന്യരായ സുഹൃത്തുക്കളെ കൂടുതൽ കൂടുതൽ കർമ്മനിരതരാകുന്ന ഇനിയും ഏറെ പ്രവർത്തിക്കുവാനുണ്ട് എന്ന് നമ്മെ ബോധ്യപ്പെടുത്തുന്നത്. കാരണം വ്യക്തി ജീവിതത്തിലും പൊതുജീവിതത്തിലും പാലിക്കേണ്ടതായ സാംസ്കാരികമായ ഔന്നത്യം നാം പലപ്പോഴും കാണിക്കാറില്ല എന്നുള്ളതാണ്. ഒരാൾ മറ്റൊരാളിനെ
അപകീർത്തിപ്പെടുത്തുമ്പോൾ, ഒരാൾ മറ്റൊരാളിനെ അപമാനിക്കുമ്പോൾ സന്തോഷം കണ്ടെത്തുന്ന മാനസികാവസ്ഥയിൽ നിന്ന് നാം എപ്പോൾ മോചിതരാകും എന്നുള്ളതാണ്. കാരണം അത് നമ്മുടെ സാംസ്കാരികവും സാമൂഹികമായ പിന്നോക്കാവസ്ഥയാണ്. വിദ്യാഭ്യാസവും സമ്പൂർണ്ണ സാക്ഷരതയും അല്ലെങ്കിൽ പുരോഗതി നേടിയെന്ന് നാം അവകാശപ്പെടുമ്പോൾ നമ്മുടെ മാനസിക നിലവാരം എവിടെ നിൽക്കുന്നു എന്നുള്ളതിനെക്കുറിച്ച് നാം സ്വയം വിലയിരുത്തേണ്ടതുണ്ട്. നമുക്ക് ധാരാളം കവികളുണ്ട്, ധാരാളം എഴുത്തുകാരുണ്ട്, ധാരാളം പ്രഭാഷകരുണ്ട്. ഈ പ്രഭാഷകരുടെ ഒക്കെ തന്നെ ബോധവൽക്കരണ ഇടപെടലുകളിലൂടെ നമ്മുടെ നാടിനെ ഏത് നിലയിലുള്ള ചലനം സൃഷ്ടിക്കാൻ കഴിയുമെന്നുള്ളതിനെക്കുറിച്ച് നാം ഓരോരുത്തരും ആലോചിക്കേണ്ടതുണ്ട്. അഭിനേതാക്കളായാലും. അപ്പോൾ ഈ അടുത്ത കാലത്ത് നാം പലപ്പോഴും ആലോചിക്കാറുണ്ട്, നമ്മുടെ ചലച്ചിത്ര മേഖല എടുക്കുമ്പോൾ ചലച്ചിത്ര മേഖലയിൽ കഴിഞ്ഞ കുറച്ച് നാളുകൾക്ക് മുമ്പ് കടന്നു കയറിയ ഒരു പ്രവണതയാണ് സദാസമയം മദ്യപിക്കുന്ന, സദാസമയം മയക്കുമരുന്ന് ഉപയോഗിക്കുന്ന കഥാപാത്രങ്ങളെ കൊണ്ട് നിറച്ച കഥകൾ അവതരിപ്പിക്കുകയും സിനിമകൾ അവതരിപ്പിക്കുകയും ചെയ്യുന്ന ഒരു കാഴ്ച നാം കണ്ടുകൊണ്ടതാണ്. അത് ഈ അടുത്ത കാലത്ത് വന്ന ഒരു ന്യൂ ജെൻ സിനിമകളാണ് എന്നുള്ള ഭാഷ്യമാണ് നൽകിയത്. നേരത്തെ ഇവിടെ ഒരു സുഹൃത്ത് കുഞ്ഞുങ്ങൾക്ക് കുടിക്കുവാനായി 2 ബോട്ടിൽ ഡ്രിങ്ക്സ് വാങ്ങിക്കൊണ്ട് വരുന്നത് കണ്ടു. ജങ്ക് ഫുഡാണ്. മാംഗോ ജ്യൂസ് എന്ന് പറഞ്ഞ് മാംഗോ ഇല്ലാത്ത ജ്യൂസാണ് മാംഗോ ജ്യൂസ് എന്ന് പറഞ്ഞ് വാങ്ങുന്നത്. കെമിക്കലാണ് വാങ്ങുന്നത്. ജങ്ക് ഫുഡ് വാങ്ങി കഴിക്കുക, അസുഖം വരുത്തുക എന്നുള്ളത് ക്യാരക്ടറായി മാറിയിരിക്കുന്നു. ആ ജങ്ക് ഫുഡിനെതിരെ ചിന്തിക്കുവാനും നല്ല ആഹാരത്തിന് വേണ്ടി ചിന്തിക്കുവാനും കഴിയുന്ന മാനസികാവസ്ഥ പോലെ തന്നെ ജങ്ക് ക്ലോത്ത് ഇന്ന് വലിയ അപകടകരമായി മാറിയിരിക്കുകയാണ്. ജങ്ക് ക്ലോത്തും ഗുഡ് ക്ലോത്തുമുണ്ട്. 2 തരം ക്ലോത്ത്, തുണികൾ. നമ്മുടെ നാട്ടിൽ ഇപ്പോൾ പുതിയതായി വർദ്ധിച്ചിരുന്ന കോർപ്പറേറ്റ് സ്ഥാപനങ്ങളുടെ വമ്പൻ ഷോറൂമുകളുണ്ട്. സൂഡി CD എന്നൊക്കെ പറയുന്ന വലിയ ഷോറൂമുകളുണ്ട്. ഈ ഷോറൂമുകളിൽ 100 രൂപയ്ക്കും 50 രൂപയ്ക്കും ഒക്കെയുള്ള തുണിത്തരങ്ങളുണ്ട്. ഈ തുണിത്തരങ്ങൾ പർച്ചേസ് ചെയ്യുവാൻ പർച്ചേസ് മാനേജർമാരെ അവർ ചുമതലപ്പെടുത്താറുണ്ട്. സ്ട്രീറ്റിൽ നിന്ന് ഏറ്റവും വില കുറഞ്ഞ തെരുവിൽ കിട്ടുന്ന ഏറ്റവും തരംതാണ വസ്തുവകൾ കൊണ്ടുണ്ടാക്കുന്ന തുണിത്തരങ്ങൾ കൊണ്ടുണ്ടാക്കുന്ന ഗാർമെന്റ്സ് നമ്മുടെ ഇടയിലേക്ക് വില കുറഞ്ഞു എന്ന പേര് അടിച്ചേൽപ്പിക്കുകയാണ്. നമ്മുടെ ആളുകൾ ഓടിപ്പോയി അവിടെ നിന്ന് വാങ്ങുന്നു. തുടർന്നുണ്ടാകാൻ പോകുന്ന പല വിധത്തിലുള്ള ശാരീരികമായ അസുഖം ഇപ്പോൾ അറിയില്ല. ജങ്ക് ക്ലോത്ത് ധരിക്കുക എന്നത് ഒരു സ്വഭാവമായി ഈ രീതി മാറിയിരിക്കുന്നു. ഇടക്കാലത്ത് വർദ്ധിച്ചു വന്ന ഒരു സാധനമാണ് ജീൻസ് എന്ന് പറയുന്നത്. ജീൻസ് എന്ന് പറയുന്നത് അമേരിക്കയിൽ പെയിന്റ് ചെയ്യുന്ന ആളുകൾ ഉപയോഗിച്ചിരുന്ന വസ്ത്രമാണ്. അവർ കീറിയതും അഴുക്കായതും വൃത്തിയില്ലാത്തതുമായ പാൻറ്റും ഷർട്ടും ഒക്കെ ഇട്ട് പെയിന്റ് ചെയ്യുമായിരുന്നു. അപ്പം അത് കണ്ടുകൊണ്ട് നമ്മുടെ നാട്ടിൽ കീറിയ പാൻറ്റും കീറിയ ഷർട്ടും വൃത്തിയില്ലാത്ത ഷർട്ടും ഇട്ട് നടക്കുന്ന ഒരു ഫാഷനായി മാറി. ഇതിട്ടാൽ കുളിക്കണ്ട, പല്ല് തേക്കേണ്ട, വൃത്തിയായി നടക്കേണ്ട, 1നും 2നും പോയ ഒന്ന് ശുചിയാവേണ്ട, ഈ വിധത്തിൽ ഇങ്ങനെ നടക്കാം. ഇതൊരു സ്വഭാവമായി മാറി. അത് പുതിയ ജൻ സംസ്കാരം എന്ന് പറഞ്ഞ് വ്യാഖ്യാനിക്കാൻ തുടങ്ങി. അതിൻ്റെ പേരിൽ ചലച്ചിത്ര നിർമ്മാണം തുടങ്ങി, അത് അവതരിപ്പിക്കാൻ തുടങ്ങി. ഇങ്ങനെയൊക്കെയുള്ള ഒരു കാലം എത്തിയിരിക്കുമ്പോൾ ഇവിടെ ഇടപെടേണ്ടതായ ഒരുപാട് അനിവാര്യതയുള്ള മേഖലകൾ വളർന്നു വരികയാണ്. ആരെങ്കിലും അതിനകത്ത് പ്രതികരിക്കാനുണ്ടായില്ല എങ്കിൽ ഉണ്ടാകുന്ന അപകടം പ്രവചനാതീതമായിരിക്കും. നാം ഏകപക്ഷീയമായി സാമ്പത്തിക വളർച്ച മാത്രം നേടിയതുകൊണ്ട് മാത്രം സമൂഹത്തിൽ വളർച്ചയുണ്ടാവില്ല എന്ന് നമുക്ക് തിരിച്ചറിയാൻ കഴിയണം. അവിടെയാണ് ഓരോ ഭാരത് സേവക് വ്യക്തികളും സമൂഹ വികസനത്തിനായി, സാമൂഹ്യ മാറ്റത്തിനായി ഇടപെടാനുള്ള ഒരു അവസരം കൂടിയാക്കി ഈ ഭാരത് സേവക് സമാജത്തിൻ്റെ ദേശീയ ഉപഹാരമായ ഭാരത് സേവക് ഉപഹാരത്തെ കാണണമെന്ന് അഭ്യർത്ഥിച്ചുകൊണ്ട് നമ്മുടെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു. ജയ് ജഗത്.
അടുത്തായി ഉപഹാര സമർപ്പണമാണ്. ആദ്യമായി ഡോക്ടർ യൂസഫ് മുഹമ്മദ് നദ്വി. അദ്ദേഹത്തിൻ്റെ വിശുദ്ധ ഖുറാനെ കുറിച്ചുള്ള ഒരു പരിഭാഷ സാറിന് നൽകണമെന്ന്. പ്രൊഫസർ ഡോക്ടർ പി കേളു, ശ്രീ ഇയച്ചേരി കുഞ്ഞികൃഷ്ണൻ, സ്നേക് മാസ്റ്റർ ബാബ സുരേഷ്, ശ്രീ യു ജയൻ മാസ്റ്റർ, ശ്രീ രാജേന്ദ്ര പ്രസാദ് അമൃത, ശ്രീ ശ്രീ ചിത്രൻ കുഞ്ഞിമംഗലം, ശ്രീ വർഗീസ് മാത്യു, ഡോക്ടർ സ്വർണകുമാരി ഇ കെ, ഡോക്ടർ ഇ പി ജ്യോതി, ശ്രീമതി കെ വി ശ്രീലത, ശ്രീ ആർ എസ് ബാബു, ഡോക്ടർ ധർമ്മരാജ് അഡാട്ട്, ഡോക്ടർ സുഷമ എസ് ചിറക്കര, ശ്രീമതി ആർഷ ജോസ്, ശ്രീമതി സുമ ദേവകി റാം, ശ്രീ എം എസ് ശശി, ശ്രീ ബിജു മൂക്കന്നൂർ, ശ്രീ എ കെ രഞ്ജിത്ത്, ശ്രീ സുനിൽ വെഞ്ഞാറമൂട്, ശ്രീ മുരുകദാസ് ചന്ദ്രൻ, ശ്രീ ധനുവച്ചപുരം സുകുമാരൻ, ശ്രീ ശ്യാം മോഹൻ, ശ്രീ സാംസൺ സൈമൺ ജോസഫ്, ശ്രീ ബാബുരാജ്, ശ്രീ മനോജ് ജി എസ്, ശ്രീമതി സുന്ദരി പി വി, ശ്രീമതി രഞ്ജിത എസ് വാദ്യ, ശ്രീമതി രാജലക്ഷ്മി വി. അടുത്ത ആഴ്ച പ്രസിദ്ധീകരിക്കാൻ വന്ന പുസ്തകമാണ് നനവോറും നനവുകൾ. അത് സാറിന് സമ്മാനിക്കണം.
ശ്രീമതി റൂബി കുമാരി DS, ശ്രീമതി പുഷ്പ കാനാട് ചെറുകഥാ സമാഹാരമായ കേൾവി സാറിന് നൽകണമെന്ന് ആഗ്രഹിക്കുന്നു. ശ്രീമതി ആതിര CB, ശ്രീമതി ശരണ്യ അനീഷ്, ശ്രീമതി ഗാഥ SS, ശ്രീ സത്യൻ ഓതറ, ശ്രീ ഷിഹാബുദ്ദീൻ A, ശ്രീമതി വസന്ത നമ്പ്യാർ, ശ്രീമതി ശ്രീദേവി, ശ്രീമതി ബേബി ജയരാജൻ, ശ്രീ ലാൽചന്ദ് മക്രേരി, അദ്ദേഹത്തിൻ്റെ 2 പുസ്തകങ്ങൾ സാറിന് കൈമാറുന്നു. ശ്രീമതി സൗമ്യ രതീഷ്, ശ്രീമതി ഓമന ജെ, ശ്രീ TK സതീഷ്, ശ്രീ K ജയകുമാർ, ശ്രീ സജി കിളിമാനൂർ, ശ്രീ ബിജു പേരയം, ശ്രീ സന്തോഷ് കുമാർ, ശ്രീമതി ഷീല ജയകുമാർ, ഷീബ ജയകുമാർ, ശ്രീമതി കമാലു, ഇതോടുകൂടി ഉപകാര സമർപ്പണം അവസാനിച്ചു. ഈ ചടങ്ങിന് നന്ദി പറയുന്നതിനായി ഭാരത് സേവക് സമാജിൻ്റെ അസിസ്റ്റന്റ് ഡയറക്ടർ ശ്രീ TP വിനോദിനെ ക്ഷണിക്കുന്നു. ആദരണീയനായ ഭാരത് സേവക് സമാജിൻ്റെ ദേശീയ അധ്യക്ഷൻ ഡോക്ടർ BS ബാലചന്ദ്രൻ അവർകൾ, ഭാരത് സേവക് സമാജിൻ്റെ ദേശീയ സെക്രട്ടറി ശ്രീമതി ജയ ശ്രീകുമാർ അവർകൾ, ഭാരത് സേവക് സമാജിൻ്റെ അഡ്മിനിസ്ട്രേറ്റീവ് ഡയറക്ടർ ശ്രീമതി മഞ്ജു ശ്രീകണ്ഠൻ അവർകൾ,
ഭാരത് സേവക് സമാജിൻ്റെ ജോയിൻറ്റ് ഡയറക്ടർ ശ്രീമതി സിന്ധു മധു അവർകൾ, ഭാരത് സേവക് സമാജിൻ്റെ ഏറ്റവും അഭിമാനകരമായ ജനപങ്കാളിത്തത്തോടുകൂടി നടത്തുന്ന പരിപാടികളിൽ ഏറ്റവും അഭിമാനകരമായ ഭാരത് സേവക് ഓണർ സമർപ്പണ ചടങ്ങിന് ഭാരത് സേവക് സമാജിൻ്റെ ക്ഷണം സ്വീകരിച്ച് ഇവിടെ എത്തിച്ചേർന്ന് ഈ അഭിമാനകരമായ ഈ പുരസ്കാരം വളരെ സന്തോഷത്തോടുകൂടി അഭിമാനത്തോടുകൂടിയും സ്വീകരിച്ചു കണ്ടതിൽ വളരെയധികം സന്തോഷമുണ്ട്. ഈ ചടങ്ങിൻ്റെ കൃതജ്ഞത രേഖപ്പെടുത്തുകയാണ്. ഭാരത് സേവക് സമാജിൻ്റെ സെൻട്രൽ ഭാരത് സേവക് സമാജ് ന്യൂഡൽഹിയുടെ ദേശീയ അധ്യക്ഷൻ ഡോക്ടർ BS ബാലചന്ദ്രൻ അവർക്ക് ഈ പരിപാടിയുടെ അധ്യക്ഷത വഹിച്ചതിന് ഭാരത് സേവക് സമാജിൻ്റെ പേരിലും എൻ്റെ പേരിലും ഹൃദ്യമായ നന്ദി രേഖപ്പെടുത്തുന്നു. ഭാരത് സേവക് സമാജിൻ്റെ ദേശീയ സെക്രട്ടറി ശ്രീമതി ജയ ശ്രീകുമാർ അവർക്കും ഭാരത് സേവക് സമാജിൻ്റെ പേരിലും എൻ്റെ പേരിലും ഹൃദ്യമായ നന്ദി രേഖപ്പെടുത്തുന്നു. ഭാരത് സേവക് സമാജിൻ്റെ അഡ്മിനിസ്ട്രേറ്റീവ് ഡയറക്ടർ ശ്രീമതി മഞ്ജു ശ്രീകണ്ഠൻ അവർക്ക് ഭാരത് സേവക് സമാജിൻ്റെ പേരിലും എൻ്റെ പേരിലും ഹൃദ്യമായ നന്ദി രേഖപ്പെടുത്തുന്നു. ഭാരത് സേവക് സമാജിൻ്റെ ജോയിൻറ്റ് ഡയറക്ടർ ശ്രീമതി സിന്ധു മധുവിന് BSSൻ്റെ പേരിലും എൻ്റെ പേരിലും ഹൃദ്യമായ നന്ദി രേഖപ്പെടുത്തിക്കൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ ഉപസംഹരിക്കുന്നു. ദേശീയ ഗാനം. जनगण मन अधिनायक जय हे भारत भाग्य विधाता, पंजाब सिंध गुजरात मराठा द्राविड उत्कल बंगा, विंध्य हिमाचल यमुना गंगा उच्चल जलधि तरंगा, तव शुभ नामे जागे, तव शुभ आशीष मांगे, गाहे तव जय गाथा। जन गण मंगलदायक जय हे भारत भाग्य विधाता, जय हे जय हे जय हे जय 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 हे।